സലീമിക്കയുടെ വീട്ടിൽ അക്വറത്തിൽ വരെ ഗോൾഡ്. അതിന്റെ ഉള്ളിൽ ഇത് റിസ്ക് എടുത്ത് ആരും കൊണ്ടുപോകില്ലല്ലോ. ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? Bait Homes 4, Kerala's leading tech-enabled home builder. നമ്മുടെ സ്വന്തം സലീമിക്കയുടെ നാട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എത്ര നാൾ കാത്തിരുന്നു ഒന്ന് കാണുവാൻ, എത്ര നാളു ഞാനിരുന്നു ഒന്ന് മിണ്ടുവാൻ. ഈ പാട്ട് ഇറങ്ങുന്ന സമയത്ത് കേട്ടിരുന്ന? ഇല്ല അന്ന് കേട്ടില്ല. ഞാൻ ആ പാട്ട് കേൾക്കുന്നത് സുലേഖ മനസ്സിലാവും. അന്ന് ചിലപ്പോ നീ ഉണ്ടാവില്ല. ശരിക്കും പറയണേലേ ഒരു 500 പാട്ടോളം ഞാൻ മ്യൂസിക് ചെയ്തിട്ടുണ്ടാവും. അഫ്സൽക്കാക്ക് വേണ്ടിയിട്ടും ബിജുവേട്ടന് വേണ്ടിയിട്ടും കുറെ പാട്ടുകൾ മ്യൂസിക് ലിറിക്സ് ചെയ്ത ആളാണ്. പക്ഷെ എനിക്ക് സത്യത്തിൽ ആ പാട്ട് ഏതാ രാഗം എന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഇപ്പൊ മൂത്ത 2 ആൾക്കാർ പറയാറുണ്ട് ഉപ്പയ്ക്ക് ഇച്ചിരി കൂടുതൽ സ്നേഹം ഹന്നമോളോടാണ്. എന്തായാലും എല്ലാവർക്കും അറിയാം. മൂത്ത 2 ആളോടും അങ്ങനെ എനിക്ക് സത്യം പറയണെങ്കിൽ സംസാരിക്കാൻ തന്നെ പറ്റിയില്ല. സെലീം കോടത്തൂർ നയിക്കുന്ന ദത്ത് ഏതാനും നിമിഷങ്ങൾക്ക് ഉണ്ടാവുന്നത്. അപ്പൊ അന്ന് എന്റെ പുളിര് പോയി കോടത്തൂർ കൂടി ചേർക്കുമ്പോ അതൊരു പ്രത്യേക ഒരു പുളിരാന്ന് മനസ്സിലായി. അന്ന് അതങ്ങനത്തെ ഒരു ബാലായിട്ടാണ്ട് കൊണ്ടുവരുന്നത്. അതിൽ അഭിമാനം തോന്നുന്നു. ഇവിടെ എവിടെ നോക്കിയാലും ഹന്നമോളാവും. അവരെല്ലാരും കാത്തിരിക്കുന്ന ഒരാളെ എനിക്ക് ഇങ്ങോട്ട് വിളിക്കാനുണ്ട്. ഹന്ന, ഇന്ന് എന്തൊക്കെയോ വിശേഷങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ഹായ് ഗായ്സ്, നിങ്ങൾ എൻ്റെ പുറകിലുള്ള ഈ ഒരു ബോർഡ് കണ്ടില്ലേ, കോടത്തൂർ. അപ്പോൾ ഈ ഒരു ബോർഡ് കാണുമ്പോൾ, ഈ ഒരു സ്ഥലപ്പേര് കേൾക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഒരാൾ വന്നിട്ടുണ്ടാവുമല്ലോ. യെസ്, ഐ നോ, നിങ്ങൾ അദ്ദേഹത്തെ ഹൈലൈറ്റ്സിൽ കണ്ടിട്ടുണ്ടാവുന്നു. എന്തായാലും നമ്മുടെ സ്വന്തം സലീമിക്കയുടെ നാട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അദ്ദേഹം ഈ ഒരു സ്ഥലത്തെ ഫേമസ് ആക്കിയത് കൊണ്ടായിരിക്കുമോ അവർ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഈ ബോർഡ് കൊണ്ടുവച്ചത്. എന്തായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവാം, ഫാമിലിയെ കാണാം, അദ്ദേഹത്തെ കാണാം. സോ പോകാം. അപ്പൊ ഇതാണ് നിങ്ങളുടെ പ്രിയ ഗായകൻ സലീമിക്കയുടെ വീട്. അപ്പം മിസ്റ്റർ സലീം കോടത്തൂർ അകത്തുണ്ട്, നമുക്ക് അകത്തേക്ക് പോവാം. സലീമിക്ക, ഹായ്. ഹായ്. ഹലോ, എന്താ വിശേഷം? സുഖം. അവിടെ എന്താ വിശേഷം? ഇവിടെ വെറും വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ. മൊത്തം വിശേഷങ്ങളാണ്. അപ്പൊ വിശേഷങ്ങൾ കാണാനായിട്ട് എന്റെ സൈന സൗത്ത് പ്ലസിലെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഞാനിങ്ങ് വന്നിരിക്കുകയാണ്. ഇപ്പൊ ഈ ഒരു വീട് പണി കഴിപ്പിച്ചിട്ട് ഇപ്പൊ എത്ര നാളായി കാണും? ഇത് ഏകദേശം ഒരു 15-16 വർഷമായി ഉണ്ടാവും. 15-16 വർഷമായിട്ടുണ്ട്. വലിയ വീടൊന്നുമല്ല, വളരെ ചെറിയ വീടാണ്. ഇത് ചെറിയ വീടാണ്. നമ്മൾ ഔട്ട്ലുക്ക് കണ്ടിട്ട് നമുക്ക് അത്യാവശ്യം വലിയ വീടായിട്ടാ തോന്നിയത്. പുറത്തുനിന്ന് നോക്കുമ്പോ വിശാലമായ ഷോറൂമായിട്ട് തോന്നുന്നു. അകത്ത് സൗകര്യം വളരെ കുറവാണ്. അത് ശരി. അല്ലെങ്കിൽ അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത് പണിതപ്പോഴേ ഇങ്ങനെ തന്നെയായിരുന്നോ? അല്ല, ഇങ്ങനെ തന്നെ. ഞാൻ പെയിന്റ് ഒക്കെ ഒന്ന് മാറ്റിയിട്ടേ ഉള്ളൂ. ഇനി മാറ്റണം. മോഡിഫിക്കേഷൻസ് വരാനുണ്ട്. ഇനിയിപ്പോ മക്കളൊക്കെ കല്യാണം ആവാനായില്ല. അപ്പോഴേക്ക് മക്കളുടെ കല്യാണം 2-3 വർഷം. ഇത്ര ചെറുപ്പക്കാരനായിട്ട് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യമൊക്കെ നമുക്ക് നമ്മുടെ ഇന്റർവ്യൂവിൽ ചോദിക്കാം. എന്തായാലും നമുക്ക് ആദ്യം വീഡിയോ. ഓക്കെ. ഓ മൈ ഗോഡ്, എനിക്ക് ഇതിന്റെ അകത്തേക്ക് കയറിയിട്ട് ഒരു അവാർഡ് വെച്ചിരിക്കണ ഒരു കംപ്ലീറ്റ് സെഗ്മെന്റിലേക്ക് അല്ലേ, അങ്ങനെ കയറിയിരിക്കണ മതി തോന്നുന്നു. ഇത് എത്ര അവാർഡ്സ് ഉണ്ടാവും? അതറിയില്ലേ. അന്നമോൾക്ക് കിട്ടിയ മൊമെന്റോസുകൾ കൂടുതലാണ്. പിന്നെ എനിക്ക് കിട്ടിയ കുറച്ച് എന്റെ സിസ്റ്റർ വീട്ടിലുണ്ട്, പിന്നെ എന്റെ ജ്യേഷ്ഠന്റെ വീട്ടിലൊക്കെ ആയിട്ട് ഇങ്ങനെ വെക്കാൻ സ്ഥലം ഉണ്ടായിരുന്നല്ലോ. ഇതിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് ഇവിടെ റൂം തന്നെ ഉണ്ടല്ലോ. ഫുള്ള് ഇക്കായി അന്നമോളും അല്ലേ? അതെ, ഇവിടെ എവിടെ നോക്കിയാലും അന്നമോളാവും. ഇളയ കുട്ടിയായതിന്റെ ഒരു ഇഷ്ടം കൂടുതൽ. അവളെ ഫോട്ടോസുകളൊക്കെ നിറച്ചിട്ടുണ്ടാവുക. പിന്നെ ഓരോരുത്തരും ഇങ്ങനെ അന്നമോളെ ഫോട്ടോ വരച്ചിട്ട് അയച്ചു തരും. അങ്ങനെ എൻ്റെ ഒരു അന്നമോളെ ഓരോ ദിവസത്തെ തന്നെ ഒരു വളർച്ച എങ്ങനെയായിരുന്നു എന്നൊക്കെ നോക്കുന്ന ഞങ്ങളെ എല്ലാവരും ഫോണുകളിലായിട്ട് അങ്ങനെ ആയിട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ എവിടെ നോക്കിയാലും അന്നമോള. അപ്പൊ ഞങ്ങള് ക്ലീനിങ്ങിന് വേണ്ടിട്ട് കുറച്ചൊക്കെ ഒന്ന് അയച്ചു മാറ്റി വെച്ചിട്ടുണ്ട്. ഈ വീട്ടിലെല്ലാവരുടെയും പൊന്നോമനയാണ്. അതെ, ഈ വീട്ടിലേന്ന് മാത്രല്ല അയൽവാസികളെ, ഞങ്ങളെ ഫാമിലിയുടെ എല്ലാവരുടെയും പൊന്നോമനയാണ് അന്നമോള്. എന്തായാലും ഇവിടെ ഈ കാണുന്ന ഷെൽഫ് ഒന്നും അല്ലാണ്ട് ഈ അവാർഡ്സിന് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ്ലി ഒരു റൂമുണ്ട്. നിങ്ങളെ ഞാൻ ഇനി ആ റൂമിലേക്കാണ് കൂട്ടിക്കൊണ്ട് പോകാൻ പോണത്. ഈ
ഈ ഒരു മുറിയിലേക്ക് കേറുമ്പോ തന്നെ ഇക്കാന്റെയും ഹനമോളുടെ ഒരു ലോകത്തേക്ക് കേറിയ പോലെ തന്നെ നമുക്ക് തോന്നുന്നത്. ആക്ച്വലി ബ്യൂട്ടിഫുൾ. ഇത് കുറെ സെലിബ്രിറ്റീസിന്റെ ഒപ്പമുള്ള ഫോട്ടോസ് ഒക്കെ ഉണ്ടല്ലോ. അതും ഞാൻ പറഞ്ഞ അന്നമോൾ. ഇത് അന്നമോൾക്ക് ഒരു അവാർഡ് കിട്ടിയിരുന്നു, ഫിനിക്സ് അവാർഡ് കൈരളിയിലെ. മമ്മൂക്കയാണ് അത് മമ്മൂക്കയാണ് കൊടുക്കുന്നത്. അത് ആ ഫോട്ടോ. ഇത് ഇതേപോലെ ജിദ്ദയില് ദിലീപേട്ടന്റെ കൂടെ ഒരു ഷോ ചെയ്യാൻ ഭാഗ്യം കിട്ടിയിരുന്നു. ദിലീപേട്ടന്റെ ഒപ്പം ജിദ്ദയില് ഷോ ചെയ്യാൻ പോയില്ലേ? അതില് കിട്ടിയതാണ്. ഓക്കെ. പിന്നെ ദിലീപേട്ട അന്നൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിരുന്നു അന്നമോൾക്ക്. ഒരു ടാബ് ഒക്കെ കൊടുത്തായിരുന്നു. അന്നമോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആരെന്ന് ചോദിച്ചാൽ ദിലീപേട്ടനെ ഏത് ആ പഴയ കാലത്ത് മുതലേ പറയാം. ദിലീപേട്ടനെ ഭയങ്കരമായിട്ട് കാണണം എന്ന് എപ്പോഴും പറയും. വന്ന വഴി മറക്കാതിരിക്കാനായിട്ടാണ് ആ വീടിന്റെ പടം രണ്ടാമത് ഇവിടെ വെച്ചിരിക്കുന്നത്. അല്ല, വന്ന വഴി ഒരാൾ മറക്കരുതല്ലോ. അത് മാത്രല്ല, ആ വീട് നിലനിർത്താൻ കഴിഞ്ഞില്ല. അത് നിലനിർത്തി വേറെ ഒരു വീട് പണിയണം, അല്ലെങ്കിൽ ആ വീട് ഞാൻ പണിയുന്ന വീടിന്റെ ഉള്ളിലാക്കിയിട്ട് വേറെ വീട് പണിയണമെന്നൊക്കെ ആഗ്രഹമുള്ള ആളായിരുന്നു. പക്ഷെ ആ സമയത്ത് അത് നിലനിർത്താൻ കഴിഞ്ഞില്ല. ഞാൻ ആ വീടും സ്ഥലം കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് റോഡ് സൈഡിലോട്ട് മാറി. അതാ ഇതിന്റെ ഈ കാണുന്ന പറമ്പിൽ തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വീട്ടിലേക്ക് കയറുമ്പോൾ എപ്പോഴും നമ്മളെ മനസ്സിൽ തോന്നും അങ്ങനെ ഒരു വീട്ടിലായിരുന്നല്ലോ നമ്മൾ ജീവിച്ചിരുന്നു. നല്ല സുഖമായിരുന്നു. ഉറങ്ങാനൊക്കെ ഭയങ്കര സുഖമായിരുന്നു. കിടന്ന സ്പോട്ടിൽ ഉറങ്ങി പോകും. ആ വീടാണോ ഈ വീടാണോ കൂടുതൽ ഇഷ്ടം ഞാൻ ചോദിച്ചാ? ഞാൻ ആ വീടാന്ന് പറയും. ഇവിടെ ഒരുപാട് അവാർഡ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ അവാർഡ്സിൽ ഇക്കാന്റെ ഫേവറേറ്റ്, മനസ്സിൽ ഇങ്ങനെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അവാർഡ് ഏതാണ്? സ്പെഷ്യൽ ആയിട്ടുള്ള അവാർഡ് ഇതിനൊക്കെ നമുക്ക് തന്ന അത് അന്നമോൾക്കാണ്. എന്റെ ജീവിതത്തിൽ ആദ്യം കിട്ടിയ 2 അവാർഡുകളുണ്ട്. അതാണ് ഞാൻ ഈ ഷെൽഫിൽ അത് ഇപ്പോഴും ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഞാൻ എടുത്തോട്ടെ? എടുത്തോളൂ. ഒന്നിതായിരുന്നു. ഞാൻ കണ്ടപ്പോൾ ഓർത്ത ഒരു വാച്ച് ഉണ്ട്, സിറ്റിസന്റെ ഒരു വാച്ച്. ഇതാരും നോക്കാം. അത് ഞാൻ ആദ്യമായിട്ട് പ്രോഗ്രാമിന് ഞാനന്ന് പന്തൽ പണിയൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു പാട്ട് ഹിറ്റായിട്ട് എനിക്കൊരു ഗാനമേളക്ക് എന്നെ വിളിക്കുകയാണ് ഒരു വീട്ടിൽ. അപ്പൊ അന്ന് ആ ഗാനമേളക്ക് നമ്മളെ സമ്മതിക്കുന്നുണ്ട് നാദർശക്കയുടെ അനിയ. നാദർശക്കയുടെ കൂടെ വന്ന ഒരാളുണ്ടായിരുന്നു, ഷമീർ, കാലുവയിലുള്ളതാണ്. അപ്പൊ എൻ്റെ കയ്യിലുള്ള വാച്ച് അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വാച്ചിന്റെ പട്ടൊക്കെ കീറിയ ഞാൻ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പോയുള്ളത്. അത് വാച്ചിന്റെ ഗ്ലാസ് ഒക്കെ പൊട്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പൊ എന്നോട് എടുത്തിരുന്ന് സംസാരിച്ച്, അപ്പോൾ എന്താ ജോലി എന്നൊക്കെ വെച്ചപ്പോൾ ഞാനിങ്ങനെ പന്തലിന്റെ പണിയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കുറച്ച് സമയം ഇരുന്ന് എന്നോടൊപ്പം തന്നെ ഇരുന്ന ആളുണ്ടായിരുന്നു. പോകുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ കയ്യിൽ കിടന്നിരുന്ന വാച്ച് ഊരിയിട്ട് എൻ്റെ കയ്യിൽ കെട്ടി എന്നിട്ട് ആളിങ്ങനെ കരഞ്ഞിട്ടാണ് പോണൊക്കെ. അപ്പൊ അത് ജീവിതത്തിൽ പിന്നെ എനിക്ക് എത്ര വില പിടിപ്പുള്ള വാച്ച് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഓരോ തവണ പോയാലും എത്ര വാച്ചുകളൊക്കെ എനിക്ക് കിട്ടും. പക്ഷെ ഇതിനോളം ഒന്നുമില്ല, സ്പെഷ്യൽ ആയിട്ടില്ല. കാരണം എന്താന്ന് വെച്ചാൽ, ഒന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ കിടന്നിരുന്ന വാച്ച് അയച്ചിട്ട് എൻ്റെ കയ്യിൽ കെട്ടിത്തരും. ഇത് ഇതേപോലെ തിരൂര് ഭാഗത്ത് 6. ഇത് ഒരു പെൺകുട്ടി, രഹന ബുദൂർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. അതാണ് 6. അപ്പൊ ആ കുട്ടിക്ക് അന്ന് അവരെ ഫാമിലിയിൽ ഞാനൊരു കല്യാണത്തിന് പോയ സമയത്ത് എന്നോട് പറഞ്ഞു, എന്നെ ഭയങ്കര ഇഷ്ടമാണ് പാട്ടുകൾ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്, എനിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും തരണം. ആ കുട്ടിയുടെ ഉപ്പയും ഉമ്മയോടൊക്കെ കൂടെ നിൽക്കുമ്പോഴാണ്. അപ്പൊ എന്തെങ്കിലും തരണം, ഞാൻ എന്താ പറയാന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ആ കുട്ടിക്ക് കഴുത്തിൽ കിടന്ന മാല അയച്ചു തന്നത്. അതിപ്പോ ഏകദേശം ഒരു 10-15 വർഷമൊക്കെ മുന്നേ. അന്ന് കല്യാണം കഴിച്ചിട്ടുണ്ട്? ഞാൻ കല്യാണം കഴിച്ചു. അന്ന് എനിക്ക് 2 കുട്ടികളുണ്ട്. കല്യാണം കഴിച്ച് 2 കുട്ടികളായതിന്റെ ശേഷം ആ ഫീൽഡിൽ വരിക. അപ്പോൾ അന്ന് ഞാൻ വാങ്ങാൻ മടിച്ചു, കാരണം കഴുത്തിൽ നിന്ന് ഒരു കുട്ടി ഊരിത്തരും. അപ്പൊ അതിന്റെ ഉപ്പ ഉമ്മയൊക്കെ പറഞ്ഞു അവൾ ഇഷ്ടം കൊണ്ട് തന്നാണ്, ശരി വാങ്ങിക്കണം. അത് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചു. ഈ 2 സാധനവും ഒരാൾ അണിഞ്ഞിരുന്ന സാധനമല്ലോ, ഒരാൾ കയ്യിൽ കെട്ടിയത് ഒരു കഴുത്തിൽ. അത്രയും പ്രിയപ്പെട്ട ഒരു സാധനം ഒരാൾ പ്രിയപ്പെട്ട് തരുന്നത് അത്രയും നമ്മളോടുള്ള ഇഷ്ടമുണ്ട്. അപ്പൊ അതിന് നമ്മൾ അത്രക്കധികം നമുക്ക് കിട്ടുന്ന ഒരു മുട്ടുസൂചി ആണെങ്കിൽ പോലെ അതിനൊക്കെ വില ഉണ്ട്. പക്ഷെ ഇത് 2 അങ്ങനത്തെ ഒരു സാഹചര്യം എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ സാധനമാണ്. അപ്പൊ അത് ഞാൻ എനിക്ക് കിട്ടിയ പുരസ്കാരങ്ങൾക്കിടയിൽ തന്നെ അതിനെ സമർപ്പിച്ചിട്ടുണ്ട്. ഇതെന്തൊക്കെ ഒരു വാൾ എനിക്ക് ഞാൻ വാളൊന്നും എടുത്തോട്ടെ? എടുത്തോളൂ. ഇതിന് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നമ്മള് വാച്ച് കണ്ടു, മാല കണ്ടു, ഇവിടെ ഒരു വാള് കണ്ടിട്ടുണ്ട്. ഇതിന്റെ പുറകിലെ കഥ ഇത് ഒന്നുമല്ല. ഇതിപ്പോ ഞാൻ എന്റെ സേഫ്റ്റിക്കൊക്കെ വെക്കുക. ഇതൊരു പുരസ്കാരം തന്നെയായിരുന്നു. വർക്കലയിൽ ഒരു പ്രോഗ്രാമിന് പോയപ്പോ അവിടെ ആദരിച്ച ഈ വാള് തന്നിട്ടായിരുന്നു. വാള് തന്നിട്ട് ആദരിച്ച.
അപ്പൊ എന്താ വെച്ചാൽ ഇത് മൂർച്ചയൊന്നുമില്ല, മൂർച്ചയാക്കിയാൽ ഇവിടെ വെക്കാൻ പറ്റില്ല പിള്ളേരുള്ളതല്ലേ. പക്ഷെ എന്തെങ്കിലും അത്യാവശ്യം കൈകാര്യത്തിന് ഉപകാരപ്പെടും ചെയ്യും. പിന്നെ ഇതോ ശരിക്കും ശരിക്കും എന്താ കുത്താൻ പറ്റുമോ? ഞങ്ങൾക്ക് കുത്താൻ പറ്റും. ഒരു പുരസ്കാരം തന്നെ കേട്ടോ, അകലെ വെച്ചില്ല, രണ്ടുണ്ട് ഇതില് സേഫ്റ്റി കൂടിയിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ ശേഷം പിന്നീട് ഇവിടെ ഫുൾ ഹന്നമോള് ഫുൾ ഹന്നമോളാണ്. അപ്പൊ മൂത്ത രണ്ടാൾക്കാർ പറയാറുണ്ട് ഉപ്പയ്ക്ക് ഇച്ചിരി കൂടുതൽ സ്നേഹം ഹന്നമോളോടാണ്. എന്തായാലും എല്ലാവർക്കും അറിയാം, അവർക്കും അറിയാം. ഞാന് മൂത്ത രണ്ടാളോടും അങ്ങനെ എനിക്ക് സത്യം പറയണെങ്കിൽ സംസാരിക്കാൻ തന്നെ പറ്റിയില്ല. കാരണം അവര് രണ്ടാളും വലിയ ഡിഫറൻസ് ഇല്ല ഏത് ഏജില്. അവര് വളരെ കുട്ടിയായിരിക്കുമ്പോൾ ഞാൻ ഫീൽഡിൽ ഇറങ്ങി, പിന്നെ ഞാൻ അങ്ങോട്ട് തിരക്കായിരുന്നു. ആ സമയത്ത് ഞാൻ വരുമ്പോഴേക്കും അവർ ഉറങ്ങുന്നു, അവരെ എണീക്കുമ്പോഴേക്കും ഞാൻ പോകുന്നു. അപ്പൊ കാണല് തന്നെ ഞാൻ അപൂർവം ഒരു ഉമ്മൊക്കെ കൊടുത്തിട്ട് പോയിരുന്നു. പിന്നീട് അന്നമോളായപ്പോൾ ഞാൻ അന്നമോളിലേക്കാണ്ട് ചുരുങ്ങിപ്പോയി. അപ്പൊ ഞാൻ അവരോട് പറയും ഒന്നുമല്ല നമ്മളെ, അപ്പൊ അവരും അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് അത് ആ കാര്യമൊക്കെ പറയുമ്പോൾ സങ്കടമാവും. കാരണം അവരധികം എനിക്ക് സ്നേഹമാണ് എന്നെ, എനിക്ക് സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ അത് പ്രകടിപ്പിക്കാനൊന്നുള്ള സമയമൊന്നും അന്ന് ആ സമയത്ത് കിട്ടിയിട്ടില്ല. അത് ഏറ്റവും വലിയ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പം അടുത്ത കാലത്താണ് എൻ്റെ മകള്, ഞാൻ ഉറങ്ങുന്ന സമയത്ത് അവള് ക്ലാസ്സിന് പോകുമ്പോൾ ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഉണർന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ കണ്ണട ചൂർന്ന് കിടക്കായിരുന്നു. പെട്ടെന്നാണ് മൂത്ത മകൾ വന്നിട്ട് എൻ്റെ നെറ്റിയിൽ ഉമ്മ വെച്ചിട്ട് പോകുന്നതാണ്. അപ്പം ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു ഇങ്ങനെ സനമോൾ എന്നെ അങ്ങനെ ഉമ്മ വെച്ചിട്ടാണ് പോയി. അപ്പം ആ വൈഫ് പറയുന്ന അവളെന്നും ക്ലാസ്സിന് പോകുമ്പോൾ അങ്ങനെ ഉമ്മ വെച്ചിട്ടാണ് പോകാറുള്ളത്. ഭയങ്കര എന്താ പറയാ സങ്കടപ്പെട്ടൊരു സമയമാണത്. കാരണം അവരോട് അങ്ങനെ എടുക്കാനൊന്നും എനിക്ക് പറ്റില്ല. പക്ഷെ അതിനൊക്കെ 100 കിട്ടി അന്നമോളോട്. ഇപ്പോൾ ഞാൻ പ്രോഗ്രാമില്ലാത്ത സമയത്ത് ഇവിടെ തന്നെ ഇരിക്കും, അന്നമോൾ സ്കൂൾ വിട്ട് വരുന്ന കാത്തിരിക്കും. പിന്നെ അന്നമോളായിട്ട് ലോക, അതിനോടൊപ്പം അവരും നമ്മളെ ലോകമായിട്ടുണ്ട്. അവർക്കും അത് ഇഷ്ടമാണ്, കാരണം അവരങ്ങനെ കാണുന്നത്. ഫാമിലി ഫോട്ടോ ആണ് ഇത്. ഫാമിലി ഫോട്ടോ അല്ല ഇത്. ഇതുപോലെ തന്നെ എൻ്റെ ഒരു ബ്രദറാണ് അച്ചാപ്പുക്ക എന്ന് പറയും. അവരെ ഫാമിലിയോടെ ഒന്നിച്ച് യുഎഇലുള്ള. അത് ഞങ്ങളെ എന്താ പറയാ, നമ്മള് കൂടപ്പറപ്പുകളേക്കാൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് അവരെ ഫോട്ടോ ഞാൻ ഇവിടെ തന്നെ. ഇത് ഫ്രെയിം ദുബായിയുടെ മുമ്പിൽ എടുത്ത ഫോട്ടോ. അപ്പൊ അവിടെ തന്നെ അത് ഫ്രെയിം ചെയ്ത് വാങ്ങിയതാണല്ലേ. കൊള്ളാം, അടിപൊളി. ഒരുപാട് ഓർമ്മകൾ സൂക്ഷിക്കുന്ന ഒരു റൂം കൂടി. ആ കാറിനൊക്കെ എന്തെങ്കിലും കഥ പറയാനുണ്ടോ? കാർ ഇപ്പൊ അടുത്ത കാലത്ത് ഞാന് നമ്മളെ അൽസാജ് കിച്ചന്റെ ഓപ്പണിങ്ങിന് പോയപ്പോ അവിടുന്ന് ഒരു ഷോപ്പേരുണ്ട് അവിടെ, ഇതേമാതിരത്തെ കാറുകളൊക്കെ വെക്കുന്ന. അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞത് അന്നമോൾക്ക് കൊടുക്കണം എന്നുണ്ട്. അങ്ങനെ കിട്ടിയ കുറെ ഗിഫ്റ്റുകൾ ഉണ്ട് കേട്ടോ അന്നമോൾക്കായിട്ട്. ഇപ്പൊ എവിടെ പ്രോഗ്രാമിന് പോയാലും ഇത് അന്നമോൾക്ക് കൊടുക്കണം എന്നൊരു ഒരു ചോക്ലേറ്റ് എങ്കിലും ആരെങ്കിലും തരാതിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ടോയ്സ്, പിന്നെ ഇതേപോലെ കുറെ അല്ലെങ്കിൽ ഫോട്ടോ വരച്ചിട്ട് കൊണ്ടുവരും. അങ്ങനെ അന്നമോൾക്കായിട്ട് ഒരു ഗിഫ്റ്റ് എല്ലായിടത്തും ഉണ്ടാവും. ഓക്കെ, എന്തായാലും മുറി നിറയെ അന്നമോൾ ആണെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് മകനെ കാണാം അല്ലെ. എന്താണ് പേരെന്താണ്? സിനാൻ. ഓക്കെ, നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ബ്രദേഴ്സ് ആണെന്നേ തോന്നുന്നു. പറയാറില്ല ആൾക്കാര്? പറയാറുണ്ട്. നമ്മള് സന്തൂർ മമ്മി കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു സന്തൂർ ബാപ്പയെ നമ്മൾ. അല്ല, അത് സന്തൂർ ബാപ്പായിട്ടല്ല, അത് എനിക്ക് പ്രായം അധികം ഇല്ല സത്യം. ചെറുപ്പത്തിൽ കല്യാണം അയച്ചുകൊണ്ടാ. എത്ര വയസ്സിൽ? 20 വയസ്സിലല്ലേ? 19-20 വയസ്സിൽ. അത് ശരിക്കും കല്യാണം കഴിക്കുന്നത് ഇഷ്ടത്തോടെ കല്യാണം കഴിച്ചാണേക്ക? അല്ലല്ല, പിടിച്ചു കെട്ടിച്ചാണ്. എന്റെ ഉമ്മയുടെ പടക്കെ ഞാൻ പറയും, ഞാനൊരു ബൈക്ക് വാങ്ങി തരാൻ പറഞ്ഞതാണ്. അവര് ഭാര്യ വാങ്ങിത്തരും. എന്തായാലും അത് തിരിച്ചു വെച്ചോ. അപ്പൊ അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് ഇവിടെ ഒരു കീബോർഡ് കാണാം, ഗിറ്റാർ കാണാം. ഇതൊക്കെ ഇക്ക പ്ലേ ചെയ്യുന്നതാണ്? അല്ല, ഇത് സംഭവം ഈ സിസ്റ്റം ഒക്കെ എന്റെ സ്റ്റുഡിയോ ഇപ്പൊ റിനോവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടുത്തെ സിസ്റ്റം ആണ്. പക്ഷെ ഇതൊക്കെ ഇപ്പൊ യൂസ് ചെയ്യുന്നത് സിനാനാണ്. സിനാൻ കീബോർഡ് ചെറുതായിട്ട് പ്ലേ ചെയ്യും. അവൻ പഠിച്ചിട്ടൊന്നല്ല, സ്വയമായിട്ട് പഠിച്ചെടുത്താണ്. അതുപോലെ അവൻ ഇവിടെ ഇരുന്ന് പാടും, അവൻ തന്നെ മിക്സ് ചെയ്യും, എന്നിട്ട് ഇവിടെ തന്നെ ഷൂട്ട് ചെയ്ത് അങ്ങനെ വിടും. അതും വായിക്കില്ല? ഞാൻ വായിക്കില്ല, ഇതൊക്കെ സിനാന്റെ ആണ്. അവൻ സ്വയം പഠിച്ചെടുത്ത്. എനിക്ക് ഞാൻ സംഭവം ശരിക്കും പറയണേലേ ഒരു 500 പാട്ടോളം ഞാൻ മ്യൂസിക് ചെയ്തിട്ടുണ്ടാവും എന്തായാലും. അപ്പൊ അത് ഇൻസ്ട്രുമെന്റ്സ് ഇല്ലാണ്ടൊക്കെ എങ്ങനെയാ? ഞാൻ എന്റെ വായിൽ വന്ന് തോന്നിയൊരു ട്യൂണില്. പിന്നെ ഞാൻ എന്തായാലും ഒരു 500ന്റെ മുകളിൽ പാട്ടുകൾ എഴുതിയിട്ടുണ്ടാവും. അഫ്സൽക്കാക്ക് വേണ്ടിയിട്ടും വിധുവേട്ടന് വേണ്ടിയിട്ടും കുറെ പാട്ടുകൾ മ്യൂസിക് ലിറിക്സ് ചെയ്ത ആളാണ്. പക്ഷെ എനിക്ക് സത്യത്തിൽ ആ പാട്ട് ഏതാ രാഗം എന്ന് വെച്ചാൽ എനിക്കറിയില്ല. അങ്ങനെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള വിജയേട്ടനൊക്കെ പാടിയൊരു പാട്ട്? അഫ്സൽക്ക പാടിയ പാട്ടുകൾ കുറെ പാട്ടുകളും അന്ന് ഫേമസ് ആയിരുന്നു ആ കാലഘട്ടത്തിൽ.
കൽവിൻ നിറയെ ഇഷ്ക് പകർന്നൊരു പൈങ്കിളി എന്ന് പറയുന്നൊരു പാട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം അറിയും നാദാന, കുറെ പാട്ടുകൾ നാദൃശൊക്കെ പാടിയിട്ടുണ്ട്. ഞാൻ ആദ്യം എഴുത്തുകാരൻ മാത്രമായിരുന്നു. അങ്ങനെ നാദൃശൊക്കെയാണ് പറഞ്ഞത് എന്തുകൊണ്ട് ഇത് കൊല്ലം ഷാപ്പിയുടെ ശബ്ദം പോലെ ഉണ്ട് നിന്റെ ശബ്ദം വോയിസ്, അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു. പിന്നെ വിധുവേട്ടനും പറഞ്ഞു, അങ്ങനെയാണ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. അത് ശരി. ഇക്ക ഇനി എന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇക്ക ഒരു പാട്ട് ഒന്ന് പാടി തന്നാൽ ഞാൻ ഇങ്ങനെ ഈ മുറിയിൽ നിന്ന് പോയി തന്നേക്കാം. വീട്ടിൽ നിന്നേ പോകുന്ന ആളാ? അല്ലല്ല, ഈ മുറിയിൽ നിന്ന്. ഇഷ്ടമോദിടുവാൻ പെണ്ണെ മടി എന്തിനാ, കൽബ് തന്നിടുവാൻ നാണമിനി എന്തിനാ, മഹറ ഞാൻ വന്നിടാം നീ എൻ്റെതാകുമോ, സ്നേഹക്കടലായി എൻ്റെ മാത്രമാകുമോ, നാണം നീ മാറ്റിയിടുമോ, എൻ്റെ പെണ്ണായി നീ വന്നിടുമോ, എൻ്റെ സ്നേഹത്തിൻ പൂങ്കാവില മധുവൂറും പൂവാകുമോ, എത്ര നാൾ കാത്തിരുന്നു ഒന്ന് കാണുവാൻ, എത്ര നാളു ഞാനിരുന്നു ഒന്ന് മിണ്ടുവാൻ. ഈ പാട്ട് ഇറങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്നോ, കേട്ടിരുന്നോ? ഇപ്പോഴല്ല, ഇല്ല അന്ന് കേട്ടില്ല. ഞാൻ പാട്ട് കേൾക്കുന്നത് സുലേഖ മനസ്സിലായി. അന്ന് ചിലപ്പോ നീ ഉണ്ടാവില്ല. ഓക്കെ, അപ്പം എന്തായാലും ഞാൻ അപ്പുറത്തെ മുറിയിലേക്ക് പോട്ടേക്കാം. ഓക്കെ, ഞാന് ഇക്കാരുടെ അടുത്ത് ചോദിക്കണം വിചാരിച്ചിട്ടിരിക്കുന്നു. ഇവിടെ കൊറേ ഫോട്ടോസ് കണ്ടപ്പോഴോ എനിക്ക് നമ്മുടെ ഷറഫുഖാന്റെ ഒരു ഷായ എവിടുന്നോ നിങ്ങക്ക് തോന്നിയോ? തോന്നിയെങ്കിൽ കമന്റ് ആവും. ആരും പറഞ്ഞിട്ടുണ്ടോ? അത് ഇടക്കൊക്കെ പറയാറുണ്ട്. അതാണ് ഞങ്ങൾക്ക് തോന്നിയത്. എന്തായാലും ഈ ടാബാണോ ദിലീപേട്ടൻ കൊടുത്തത്? ഇത് ദിലീപേട്ടൻ കൊടുത്ത ടാബ്. ശരി. ഓ നൈസ്. അത് അന്നമോള് ഇങ്ങനെ കളിച്ചിരുന്നിട്ട് അവിടെ വെച്ച് പോയില്ല. ഇപ്പൊ ആള് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ടാബുമ്മ തന്നെ. ഈ വീട്ടില് സൗകര്യം ഇല്ലാണ്ട് നല്ല സൗകര്യം ഉണ്ടല്ലോ. അല്ല, സൗകര്യം ഉണ്ട്. നമ്മൾ അങ്ങനെ മറന്നു പറയാൻ പാടില്ലല്ലോ, കാരണം അതിൽ നിന്നല്ലേ ഞാൻ വന്നേ. പക്ഷെ ഇതേപോലെ നമ്മളെ ഇന്റർവ്യൂസിന് ആളുകൾ വരുമ്പോ അവർക്കൊരു പിന്നെ ഇവിടെ എപ്പോഴും ഗസ്റ്റുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളൊരു സൗകര്യക്കുറവുണ്ട്. അത്രേ ഉള്ളൂ. അപ്പൊ അതിങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും വീടൊക്കെ ഒന്നും കൂടി സൗകര്യപ്പെടുത്തണം എന്ന് ആഗ്രഹമാണ്. ഞാൻ ഇങ്ങോട്ടേക്ക് കേറി വന്നപ്പോ തന്നെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, എന്താ ഈ മീന്റെ പേര്? ഇത് അരോണ. ഇത് അന്നമോള് ആദ്യമായിട്ട് അന്നമോള് ഇനാഗ്രേഷൻ ചെയ്ത ഒരു പെറ്റ്സിന്റെ ഹോൾസെയിൽ ഷോപ്പായിരുന്നു മലപ്പുറം. അപ്പൊ അവര് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതായിരുന്നു. ഇതൊരു കുഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ സത്യത്തിൽ ഈ മീനൊന്ന് വാങ്ങണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരാളായിരുന്നു. അങ്ങനൊക്കെ പറയാം, ലക്കി ഫിഷ് ആയിട്ട് കാണുന്നത്. അപ്പൊ ഇത് വാങ്ങണമെന്ന് ആഗ്രഹിച്ച് വാങ്ങാനൊന്നും കഴിഞ്ഞില്ല സത്യത്തിൽ. അത് നമ്മളെ പൈസ ഇല്ലായിട്ടല്ല, എന്തോ എല്ലാത്തിനും ഒരു സമയം ഉണ്ടല്ലോ. അതെ. പക്ഷെ ലക്കി ഫിഷ് എന്നുള്ളത് എല്ലാരും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ കൊടുന്നു വന്നപ്പോ നമുക്കും അത് ഇങ്ങനെ സത്യമാണെന്ന് നമുക്ക് തോന്നുന്നു. ലക്കി ഫിഷ് ആണ്, അത് സംശയമൊന്നുമില്ല. അതിന്റെ ഭാഗമായിട്ടാണ് അതിന്റെ ഉള്ളിൽ എനിക്കൊരു ഗോൾഡ് ചെയിൻ കാണാലോ. അത് എന്താന്ന് വെച്ചാല് പെട്ടെന്ന് അയച്ചു വെച്ചപ്പോ അതില് വീണെടുക്കാം, പിന്നെ എടുത്തിട്ടില്ല. പിന്നെ അതിന്റെ ഉള്ളിൽ ഇത് റിസ്ക് എടുത്ത് ആരും കൊണ്ടുപോകില്ലല്ലോ. സേഫ് ആയിട്ട് ഇട്ടിരിക്കുകയാണ്. ശരിക്കും സ്വർണ്ണാണല്ലേ? തോന്നുന്നു ആവും. സലീമിക്കയുടെ വീട്ടിൽ അക്വറത്തിൽ വരെ അല്ല, അത് അങ്ങനെ വീണ എടുക്കാൻ പറ്റിയിട്ടില്ല. അതാ വെളിച്ചു വെച്ചപ്പോ. അല്ലാതെ ഇല്ല അങ്ങനെ കടിക്കില്ല. പക്ഷെ ഇതിന്റെ തീറ്റ എന്ന് പറയുന്നത് നമ്മള് ഗോൾഡ് ഫിഷ് കൊടുക്കണം, പിന്നെ ചെമ്മീന്, ചിക്കൻ, അതൊക്കെയാണ് അതിന്റെ തീറ്റ. എല്ലാ ദിവസവും അതെല്ലാ ദിവസം ഇങ്ങനെ കൊടുക്കും. ചിക്കൻ ഇവിടെ ഒരു സൂഫി ഡാൻസിന്റെ ഇതൊക്കെ അത് ആരെങ്കിലും വരച്ചത്? അതെ. അത് ഇതേപോലെ എവിടെ പ്രോഗ്രാമിന് പോയപ്പോ കിട്ടിയാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നമ്മളെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയാന്ന് അറിയില്ല. അങ്ങനെ കൊറേ ഉണ്ട് ഇവിടെ. കൊല കണ്ട് ഞെട്ടണ്ടട്ടാ. അതാ ഞാനിപ്പോ ചോദിക്കാൻ വരായിരുന്നു, നിങ്ങൾ എല്ലാരും കുളിക്കുക പല്ലിക്കൊക്കെ ചെയ്യുന്നത് വാഴപ്പഴത്തിലാണോ? അല്ല, അതെ. ഇപ്പൊ ഈ വിശേഷങ്ങളുള്ളതുകൊണ്ട് കാണാൻ വരുന്നവരൊക്കെ ഡെയിലി 2 കൊല 3 കൊല ആയിട്ട് എത്തുക. അതിപ്പോ നടന്ന് ഇങ്ങനെ അയൽവാസികൾക്കൊക്കെ കൊടുത്ത് ഇങ്ങനെ തീർക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാ. പിന്നെ ഇവര് പറയാതെ വന്നുകൊണ്ട് ഞങ്ങക്ക് ഇതൊന്നും അറേഞ്ച് ചെയ്യാനും പറ്റില്ല. ഞാൻ പിന്നെ ഒരു റിയൽ ആയിട്ടുള്ള മനുഷ്യനാണ്. അങ്ങനെ എനിക്ക് അഭിനയിക്കാറില്ല. അപ്പൊ
നമ്മളെ ഇന്റർവ്യൂ അതേമാതിരി റിയൽ ആയിക്കോട്ടെ. റിയൽ ആയിക്കോട്ടെ അല്ല, എന്റെ ഇന്റർവ്യൂ എപ്പോഴും അങ്ങനെ വളരെ റിയൽ ആക്കിയൊക്കെയാണ് ഞാൻ വെക്കാറ്. ഇനി ഇങ്ങോട്ടേക്ക് കയറി വന്നപ്പോഴും ഫുള്ള് ഹന്നമോളുടെ ഒരു ഹന്നമോൾ മയമാണ് മൊത്തത്തിലുള്ളത് അല്ലേ. ഇവിടെ എല്ലാ ഒരു പ്ലേസിലും ഹനക്കുട്ടീന്റെ ഒരു പിക്ചർ ഉണ്ട്. എനിവേ ഇത്രയും ഹനയെ കണ്ടിട്ട് എന്റെ പ്രേക്ഷകരെ ഹനയെ കാണാനായിട്ട് കാത്തിരിക്കുകയായിരിക്കും. ഇക്ക അതേപോലെ തന്നെ ഈ ചില കലാകാരന്മാര് ഈ സ്ഥലപ്പേര് അവരുടെ പേരിന്റെ കൂടെ വെക്കാറുണ്ട്. ഇപ്പൊ സലീം കോടത്തൂർ, സുരാജ് വെഞ്ഞാറമൂട് അങ്ങനെ വെച്ചതാണോ ഇക്ക? അത് അല്ല, ഞാൻ വേറൊരാളെ അനുകരിച്ച് വെച്ചതല്ല. കാരണം ഞാനിങ്ങനെ പാട്ടുകാരനാവുന്നൊന്നും അറിയാത്ത ഒരാളായിരുന്നു. അതുകൊണ്ട് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. പണ്ട് തൊട്ടേ. കാരണം ഞാൻ ഈ നബിദിനങ്ങൾക്ക് ദഫുകൾ പഠിപ്പിക്കരുത്, ദഫുമുട്ട് പഠിപ്പിക്കരുത് എല്ലായിടത്തും. അപ്പോൾ ഇവിടെ സ്കൂളിലെ ഒരു പ്രോഗ്രാമിൽ ഇവിടെ രവിയേട്ടൻ എന്ന് പറയുന്ന ഒരാളാണ് എൻ്റെ പേരിനപ്പോൾ കോടത്തൂർ എന്ന് ചേർത്ത് വിളിക്കുക. അന്ന് അവിടെ അനൗൺസ് ചെയ്യായിരുന്നു സലീം കോടത്തൂർ നയിക്കുന്ന ദഫ് മുട്ട ഏതാനും നിമിഷങ്ങൾക്ക് ഉണ്ടാവുന്നു. അപ്പൊ അന്ന് എൻ്റെ പുളിര് കോരി അന്ന് ഇങ്ങനെ കോടത്തൂർ കൂടി ചേർക്കുമ്പോൾ അതൊരു പ്രത്യേക ഒരു പുളിരാന്ന് മനസ്സിലായി. അന്ന് അതങ്ങനത്തെ ഒരു ബാലായിട്ടാണ്ട് കൊണ്ടുവരുന്നത്. അതിൽ അഭിമാനം തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ എൻ്റെ നാട് കുറച്ചെങ്കിലും കൂടി ആളുകളിലേക്ക് അറിയാൻ പറ്റിയതൊക്കെ അതുകൊണ്ടാണല്ലോ. അപ്പൊ അതെ തീർച്ചയായിട്ടും. കാരണം ഞങ്ങളുടെ നാട്ടില് കോടത്തൂര് എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമമാണ്. പക്ഷെ ഞങ്ങളെ തൊട്ട ഗ്രാമമാണ് മറ്റേ പെരുമ്പടപ്പ് പുത്തമ്പള്ളി മക്കാം എന്നൊക്കെ പറഞ്ഞാൽ എല്ലായിടത്തും അറിയുന്ന ഒരു സ്ഥലം. പുന്നൂർക്കുളമായിക്കോട്ടെ പെരുമ്പടപ്പത്താണ്. അപ്പൊ ഞങ്ങളെ നാടും അതേപോലെ അറിയപ്പെടുന്ന ഒരു നാട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അത് വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ കാൻ വെയിറ്റ് ടു മീറ്റ് ഹനക്കുട്ടി. പോയാലോ? ബയോ. അങ്ങനെയുള്ള ഒരു ഏരിയ കൂടിയാണ് അല്ലേ? ഓൾറൈറ്റ്. അപ്പം എന്തായാലും സലീമുക്കാന്റെ വീട്ടിലെ വിശേഷങ്ങൾ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ. ഇനി നിങ്ങൾ ഇത്ര നേരമായിട്ടും അല്ലേ അവരെല്ലാരും കാത്തിരിക്കുന്ന ഒരാളെ എനിക്ക് ഇങ്ങോട്ട് വിളിക്കാനുണ്ട്. ഹന്ന, ഹായ്. അപ്പൊ നിങ്ങൾ എല്ലാരും കാത്തിരുതാ ഹന്നക്കുട്ടി ഇവിടെ വന്നിട്ട്. ചേച്ചിയുടെ കാര്യം ചെയ്യാം, മൈക്ക് വെച്ച് തരട്ടെ. പിന്നെ എന്തൊക്കെയോ വിശേഷങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. എന്താ എന്താ വാട്ട്സ് ഹാപ്പനിങ്? ഇവിടെ ആര് വലിയ കുട്ടിയായത്? അപ്പം എന്തായാലും ഹന്നയുടെയും സലീംഖാന്റെ ഒക്കെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. അപ്പൊ ഹോം ടൂറിന് ഞാനൊരു വൈൻഡപ്പ് കൊടുക്കുകയാണ്. നമുക്ക് ഇനി അകത്തേക്ക് ഇരുന്ന് സംസാരിക്കാം അല്ലേ? അല്ലേ? ഓക്കെ. ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? Bait Homes 4, Kerala's leading tech-enabled home builder.